ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് രാവിലെ തന്നെ ഇത് എങ്ങോട്ടാണെന്നായിരിക്കില്ലേ വിചാരിക്കുന്നത്? അമ്പലത്തിലേക്കാണ് കേട്ടോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ഞാനും അനിയനും മോളും കൂടിയാണ് കേട്ടോ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് വന്നത്. അങ്ങനെ അമ്പലത്തിലേക്ക് വന്ന് ഞങ്ങളവിടെ തൊഴുത് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകാം കേട്ടോ. തിരിച്ചു പോയിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു. ഇന്ന് പുട്ടും കടലക്കറിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളിന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഞാനും കാശിക്കുട്ടനും അനിയനും കൂടിയാണ് കേട്ടോ ടൗണിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് എസ് ഭാരതിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ എസ് ഭാരതി പോയി ഞങ്ങൾ 2 ടോപ്പ് എടുത്തു തന്നു. ഇന്ന് ഹസ്ബൻഡിൻ്റെ അനിയനും എടുത്തു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ പറഞ്ഞു അമ്മയ്ക്കൊരു ചുരിദാർ എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചുരിദാറൊക്കെ എടുത്തിട്ടാട്ടോ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് കേക്ക് മേടിക്കാനായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു കേക്കൊക്കെ സെലക്ട് ചെയ്തു. കേക്കൊക്കെ നോക്കി സെലക്ട് ചെയ്ത് അന്നൊരു ജ്യൂസും കുടിച്ചു. ജ്യൂസും കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ബേക്കറി വാങ്ങണമല്ലോ എന്ന്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ബേക്കറിയും വാങ്ങി. പിന്നെ മോള് ഒരു ചോക്ലേറ്റ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റും ബിങ്കോയും വാങ്ങി ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിയാണ് ഞങ്ങൾ ഓർത്ത് ഫ്രൂട്ട്സ് വാങ്ങാൻ മറന്നുപോയിന്ന്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി പിന്നെ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോയി. ഫ്രൂട്ട്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഒരു പരിപാടി ഉണ്ടായിരുന്നു വീട്ടിൽ. അതിനു വേണ്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. ചോറുണ്ട്. ചോറിന് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു. എന്നാലും ചോറൊക്കെ തിന്ന് പിന്നെ ഓരോരുത്തർ വിരുന്നുകാരായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് പായസം ഉണ്ടാക്കി തന്നു അമ്മമ്മ. അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അരിപ്പായസം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ചടപ്പായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ. പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ പിന്നെ അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഹസ്ബൻഡ് ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു, ഹസ്ബൻഡിന് കൊടുത്തു. എൻ്റെ ബർത്ത്ഡേക്ക് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്രയെങ്കിലും പേരുണ്ടാവുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒന്നെങ്കിൽ വീട്ടിലുള്ളവർ മാത്രമല്ല ആഘോഷിക്കാറുള്ളൂ. ഇത് പിന്നെ പിറ്റേ ദിവസം ഒരു പരിപാടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നത്. പാവം കാശിക്കൂട്ടന് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ ഇതൊക്കെ നോക്കി നിൽക്കുകയല്ലാതെ അവന് വേറെ ഒരു വഴിയില്ലായിരുന്നു. അതിന് പകരമായിട്ട് ആമിക്കുട്ടി അത്യാവശ്യം കേക്ക് തിന്നുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയായപ്പം വേറൊരു റിലേറ്റീവ്സും കൂടി വന്നു. അവരെനിക്ക് ചോക്ലേറ്റ് കൊണ്ടുത്തന്നായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ പുറത്തിരുന്ന് കുറേ നേരം എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് പിള്ളേരുള്ളതുകൊണ്ട് പിള്ളേരെയൊക്കെ കളിപ്പിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ഇരുന്നു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു ദിവസത്തെ കാഴ്ചകളൊക്കെ.